ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസങ്ങളും ദൈവത്തെ നോക്കുവാനും ദൈവത്തിലേക്ക് നമ്മളുടെ സർവ്വശ്രദ്ധയും സർവസ്വവും അർപ്പണം ചെയ്യുവാനും ദൈവേഷ്ടം ചെയ്യുവാനും നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സങ്കീർത്തന പഠനത്തിൽ 148 സങ്കീർത്തനം, അതിൻ്റെ രണ്ട് വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന പകർന്നു തരട്ടെ. ഇത് ഹാലൽ സങ്കീർത്തനത്തിൽ 3 സങ്കീർത്തനം 146, 47, 48. ഇനി 2 കൂടെ ഉണ്ട്. 5 ഹാലൽ സങ്കീർത്തനങ്ങൾ. ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതാണ് മുഴുവനും. എല്ലാറ്റിനും സ്തോത്രാർപ്പണം. അതാണ് പറയുന്നത്, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹിമപ്പെടുത്തുന്നു. സ്തോത്രമെന്ന യാഗം, അതൊരു യാഗമാണ്. പഴയ നിയമകാലത്ത് കാളകളെയും ആട്ടുകൊറ്റന്മാരെയൊക്കെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. ഇന്നങ്ങനെയില്ല. പക്ഷേ ഇന്നൊരു യാഗമുണ്ട്. എന്താണ്? സ്തോത്രയാഗം. അതൊരു യാഗമാണ്. പ്രൈസ് ഓഫറിങ്, ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്, താങ്ക്സ് ഗിവിങ്. ഇവിടെ നമ്മൾ 4 വായിച്ചു. 4 വാക്യം, സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളങ്ങളും ആയുള്ളവയെ അവനെ സ്തുതിക്കുകയും അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവനവയെ സദാകാലത്തേക്ക് സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വെച്ചു മരിക്കുന്നു. എബൌ ദ എർത്ത്, ലോകം അല്ലെങ്കിൽ ലാൻഡ്, നമ്മുടെ ഈ ഭൗമ പരപ്പിന് മുകളിലായിട്ട് ആകാശങ്ങളിലെ സ്വർലോകങ്ങളിലെയൊക്കെ കാര്യങ്ങളാണ്. അവിടെയുള്ളവ ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മൾ പറയുന്നുണ്ട് മൂലോകങ്ങളും ദൈവത്തെ സ്തുതിക്കും, അല്ലേ? മൂലോകങ്ങളും ദൈവത്തെ സ്തുതിക്കുമെന്നാണ് പറയുന്നത്. എവിടെ? നമ്മളത് ഫിലിപ്പിയർക്ക് ലേഖനത്തിലാണ് നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയർക്ക് ലേഖനം 2 അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ രൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് വളരെ മനോഹരമായ കർത്താവിൻ്റെ ജഡധാരണത്തെക്കുറിച്ചുള്ള വിശകലന വചനങ്ങളാണ് അവിടെ നമ്മൾ കണ്ടത്. അവിടെ പറയാണ്, യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെ എബവ്, അല്ലേ, മുകളിലുള്ള സ്വർലോകരുടെ ഭൂലോകരുടെ എർത്തലി മീൻസ്, ഇവിടെ എർത്തലി അധോലോകരുടെ അണ്ടർ ബെനീത്ത് എർത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അധോലോകങ്ങൾ എന്ന് പറയും. അവരുടെ എല്ലാവരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങും. എല്ലാവരും അംഗീകരിച്ചിട്ടായിരിക്കണമെന്നില്ല. ഇന്ന് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ വീഴുന്നതും ആ അധികാരത്തിന് മുമ്പിൽ അവർ ഭയന്ന് വീഴുന്നതും ഇത് രണ്ടാണ്. നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ദൈവമഹത്വത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മുമ്പാകെ എളിമപ്പെട്ട് അവൻ്റെ തന്നെ അർപ്പണം ചെയ്യുന്നതും അധികാരത്തിന് കീഴിൽ അവൻ്റെ അധികാരത്തിൻ്റെ അത് ഇന്നവർ തിരിച്ചറിയുന്നില്ല. ഇന്നവർ അതിനെല്ലാം അവഗണിക്കുകയാണ്. എന്നാൽ അവൻ്റെ മഹത്വം അറിയുമ്പോൾ അവൻ്റെ മുമ്പിൽ വീണു പോകും. അത് ഭയത്തോടുകൂടെ വീഴാനാണ്, അത് രക്ഷയ്ക്കായിട്ടുള്ള വീഴലൊന്നും അല്ല ഇവിടെ കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് മുകളിലത്തെ ഇതാണ്. അത് ഒരു നിയമം, ലംഘിക്കരുതാത്തൊരു നിയമം വെച്ചു വരിക്കുന്നു പറയാം. ഇതിൻ്റെയൊക്കെ വിവരണങ്ങളൊക്കെ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെയുള്ള കുറേ പ്രകൃതിയോട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 36 പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ്റെ പ്രവൃത്തിയെ 24 അവൻ്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തുകൊള്ളുക, അതിനെക്കുറിച്ചല്ലോ മനുഷ്യർ പാടിയിരിക്കുന്നത്. മനുഷ്യർ ഒക്കെയും അത് കണ്ട് രസിക്കുന്നു, ദൂരത്തു നിന്ന് വാർത്തയെ സൂക്ഷിച്ചു നോക്കുന്നു. 26 വാക്യത്തിൽ പറയുക, നമുക്ക് അറിഞ്ഞുകൂടാത്ത വണ്ണം ദൈവം അത്യുന്നതൻ, അവൻ്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞുകൂടാത്തത്. നമുക്കറിഞ്ഞുകൂടാത്ത വണ്ണം അവൻ അത്യുന്നതനാണെന്നാണ്.
നമുക്കറിയാനൊന്നും മുഴുവനും നമുക്കറിയത്തില്ല. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് പ്രയാസമായിരിക്കുക. മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. മറിഞ്ഞിരിക്കുന്ന ദൈവത്തിനുള്ളതാണ്. വെളിപ്പെടുത്തിയത് തന്നെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് പ്രയാസമായിരിക്കുന്നു. അപ്പോൾ പിന്നെന്തായിരിക്കണം അതിൻ്റെ മഹത്വത്തിൻ്റെ അശ്രേഷ്ഠത എന്നൊക്കെ പറയുന്നത്? ഇവിടെ പറയുകയാണ് 37-ാമത്തെ അധ്യായത്തിൽ. അവിടെ അപ്പോൾ 36, 37, 38 ഒക്കെ യോബിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി നമുക്ക് 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. സങ്കീർത്തനം 148 അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സമുദ്രത്തിലേക്ക് ചെല്ലുക, അധോലോകം, തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവയെ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിക്കുവിൻ. തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്, അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. ഇവിടെ ആഴിയുടെ കാര്യങ്ങളും തിമിംഗലത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് പിന്നെ ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. തീ, കൽമഴ, ഹിമം, ഓരോന്നും എല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തെ സ്തുതിക്കാനുള്ളൊരു ആഹ്വാനമാണ്. ഈ തിമിംഗലിൻ്റെ കാര്യമൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ? അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വളരെ അതിനെ നിനക്ക് ചൂണ്ടലിട്ട് പിടിക്കാമോ എന്നൊക്കെ പറയുന്നു. മഹാനഖം എന്നൊക്കെ പറയുന്നതിൻ്റെ വ്യത്യസ്തമായ ലിവ്യത എന്ന് പറയും. ഓരോന്ന് അതിന് പേര് പറയുന്നത് അതിന് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. ലോർഡ് ഫ്രം ദ എർത്ത് യു സീ മോൺസ്റ്റേഴ്സ് എന്ന് പറയും. ആൻഡ് ഓൾ ഡീപ്സ്, ഫയർ ആൻഡ് ഹെയിൽ, സ്നോ ആൻഡ് ഫ്രോസ്റ്റ്, സ്റ്റോമി വിൻഡ് ഫുൾഫില്ലിംഗ് ഹിസ് കമാൻഡ്, mountains and all hills, fruit trees and all kedas, wild animals and all cattle, creeping things and flying birds. എല്ലാം ഈ എർത്തിലായിട്ടുള്ള എല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറയുകയാണ്. ഈ നിയമത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. യോബിൻ്റെ പുസ്തകം 37 വരുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ് 5-ാമത്തെ ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. 37-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു, അവൻ മഴയോടും വമ്പിച്ച പെരുമഴയോടും കൽപ്പിക്കുന്നു. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിയുവാൻ തക്കവണ്ണം തൻ്റെ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കാട്ടുമൃഗം ഒളിവെടുത്ത് ചെന്ന് തൻ്റെ ഗുഹയിൽ കിടക്കുന്നു. ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തര ദിക്കിൽ നിന്ന് കുളിരും വരുന്നു. ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് നീർക്കെട്ട ഉളവാകുന്നു, വെള്ളങ്ങളുടെ വിശാലത ഉറച്ചു പോകുന്നു. അവൻ കാർമേഘത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു, തൻ്റെ മിന്നിലുള്ള മേഘത്തെ പരത്തുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഒരു ഭാഗത്ത് ചെയ്യേണ്ടതിന് അവൻ്റെ ആദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു. ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടോ ദയക്കായിട്ടോ അവനത് വരുത്തുന്നു. യോബേ, ഇത് ശ്രദ്ധിച്ചു കൊള്ളുക, മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. യോബിനോട് പറയുക, നീ ഇതൊക്കെ ദൈവത്തിൻ്റെ ഈ അത്ഭുതങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ അത് 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, മേഘങ്ങളുടെ ആക്കത്തൂക്കവും ജ്ഞാനസമ്പൂർണനാവിൻ്റെ അത്ഭുതങ്ങളെയും നീ അറിയുന്നുവോ? തെന്നിക്കാറ്റുകൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമ്പോൾ നിന്റെ വസ്ത്രത്തിന് ചൂടുണ്ടാകുന്നത് എങ്ങനെ? എല്ലാം വിവരിക്കുക. ഓരോന്ന് ദൈവത്തിൻ്റെ പ്രകൃതിയിൽ ഓരോ ഇതും 38-ാമത്തെ അധ്യായത്തിലൊക്കെ അങ്ങനെ പറയുകയാണ്. ആകാശത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് എല്ലാം അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മളത് യോബിനോട് പറഞ്ഞതുപോലെ നമ്മളോട് ദൈവം പറയാതിരിക്കുക. ശാന്തമായിട്ട് ഇരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ഈ അത്ഭുതങ്ങളെയൊക്കെ ചിന്തിക്കണം. പ്രകൃതിയിലേക്ക് നോക്കണം. ഒരു നാമ്പെടുത്ത് കയ്യിൽ പിടിക്കണം. എന്നിട്ട് നോക്കണം അതെത്ര അളന്ന് തൂക്കി അളന്ന് കറക്റ്റായിട്ടാണ് ഇതിൻ്റെ ഓരോ സ്റ്റെം അല്ലെങ്കിൽ അതിൻ്റെ വിത്ത്, അത് ഓരോന്നും അതിൻ്റെ ബ്രാഞ്ചസ് നോക്കുക. ഓരോന്നും എടുത്ത് നോക്കി എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ പേറ്റൻ്റ് കണ്ടോ. അത് ഒരു പ്രാവശ്യം ഉണ്ടാകുകയല്ല, അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. അതേ സസ്യത്തിൽ നിന്ന് ഒരു സസ്യത്തിൽ നിന്ന് മറ്റൊന്നല്ല ഉണ്ടാകുന്നത്. അത് തരമായുണ്ട്. അതായത് കൈൻഡ് അല്ല, അതത് തരം. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ ഒന്ന് പരിണമിച്ച് മറ്റൊന്നുണ്ടായി ഇങ്ങനെയൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഫൂളിഷ്നെസ് അതൊക്കെ. മനുഷ്യനിപ്പോൾ അത് മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ കൊണ്ട് മനുഷ്യനെ കൾച്ചർ അതിനെ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതല്ലാതെ പ്രകൃതി തന്നെ അങ്ങനെ അപൂർവമായിട്ടേ സംഭവിക്കുന്നുള്ളൂ. എന്തായാലും എല്ലാ സൃഷ്ടിയുടെയും പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമായ തെളിവാണ് എല്ലാം സൃഷ്ടിജാലങ്ങളെല്ലാം.
ഓരോന്നിലും അതിൻ്റെതായ സവിശേഷതയുണ്ട്. ദൈവത്തിൻ്റെ കരവിരുതുണ്ട്, ടച്ച് ഓഫ് ഗോഡുണ്ട്, ദൈവത്തിൻ്റെ സ്കില്ലുണ്ട്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളുണ്ട്, എല്ലാം സമ്മേളിക്കുകയാണ്. പ്രിയ, നമ്മുടെ ശരീരം തന്നെ ഒരു അത്ഭുതമല്ലേ? ദാവീദ് അതാ പറയുന്നത്, ഭയങ്കരവും അതിശയവുമായി നിന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന്. ചിന്തിക്കുക പ്രിയരെ, എങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ വേണമെന്ന്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ഗർഭത്തിനകത്ത് രൂപമാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കണ്ട ദൈവം അതെങ്ങനെ ഉളവായി, അസ്ഥികൾ എങ്ങനെ ഉളവായി വന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരത്തിൽ. അമ്മയുടെ ഗർഭത്തിൽ അസ്ഥികൾ ഉളവായി വന്നത് എങ്ങനെയാണ്? ഒന്നുമില്ലാതിരുന്നപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നതാണ് പറയുന്നത്. എങ്ങനെ നമ്മുടെ കാലുകൾ, നമ്മുടെ കൈകൾ, അതിൻ്റെ ചലനങ്ങൾ, ഓരോ പ്രവർത്തനങ്ങൾ, ഒരവയവത്തിന് കേട് പറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോ അവയവത്തിൻ്റെ വില അറിയുന്നത്. എന്നാൽ അത് പരിപൂർണമായിരിക്കും നമ്മളതിനെക്കുറിച്ച് സ്തുതിക്കാറില്ല. രോഗസൗഖ്യം കിട്ടുന്നു, എന്തെങ്കിലും രോഗങ്ങൾ, അവയവങ്ങൾ കേടുപാട് മാറുന്നു, അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. അപ്പോഴും മറന്നു പോകുന്നത് എന്താണെന്ന് അറിയാമോ? ആരോഗ്യമായിരിക്കുന്ന, നന്നായിരിക്കുന്ന അവയവങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ സ്തുതിക്കാറില്ല. സ്തുതിക്കണം ഓരോന്നിനും. കർത്താവേ, എൻ്റെ ശരീരത്തിലെ കേടുപാടുകളുള്ളതിന് നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു, കേടില്ലാത്തതിന് വേണ്ടി ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, അതിൻ്റെ പ്രവർത്തനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അതിൻ്റെ പരിപൂർണതയ്ക്കായി അങ്ങയെ സ്തുതിക്കുന്നു എന്ന് ദൈവത്തെ സ്തുതിക്കണം ഓരോന്നിനു വേണ്ടി. അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തരമായത്. ശത്രു എന്താ ആഗ്രഹിക്കുന്നതറിയോ? എപ്പോഴും പെറുവിറുക്കണമെന്ന്. അതിനും അവൻ എന്ത് ചെയ്യും? ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രം കാണിച്ചുകൊണ്ടേയിരിക്കും. ഒരു കുട്ടികൾ നടന്നു പോവുക, അപ്പോൾ ഒരു കുട്ടി മുന്തിരിയുണ്ട്, അവർ മുന്തിരി വാങ്ങിയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഇത് മുഴുവൻ കുരുവാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കുരുവാണെങ്കിലും എന്താ, തുപ്പിക്കളയാലോ, കഴിക്കാമല്ലോ, കുരുവാണെന്ന് പറഞ്ഞു. ഇത് പോസിറ്റീവ് തിങ്കിങ് എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വിശദാംശമല്ല, ഞാൻ എൻ്റെ ചിന്തയിലേക്ക് ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ അപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് അവർ നാരങ്ങ വെള്ളം കുടിച്ചു. ഇങ്ങനെ മേടിച്ചു, ഒരു വലിയ ഗ്ലാസ്സിൽ രണ്ടുപേരും കൊണ്ട് നാരങ്ങ വെള്ളം മേടിച്ചത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, കൂടെ എൻ്റെ പകുതിയും തീർന്നല്ലോ എന്ന്. അപ്പോൾ മറ്റവൻ പറഞ്ഞു, പകുതിയും കൂടെ ഉണ്ടല്ലോ എനിക്കെന്ന്. കേട്ടോ, ഒരുത്തന് ഇല്ലായ്മകൾ മാത്രം നോക്കുക, ഒരുത്തനോ ഉള്ളത് എന്താണെന്ന് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സാധിക്കും അല്ലേ? ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രം നോക്കിക്കൊണ്ടിരിക്കലല്ല, നമുക്കുള്ളത് എന്തുണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമ്മളത് അന്വേഷിക്കണം. അങ്ങനെ ആരാഞ്ഞു നോക്കണം. ദൈവത്തെ സ്തുതിക്കാൻ എന്തെല്ലാം ഉണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ടല്ലേ? ഓരോന്നിലും നമ്മുടെ ശ്വാസം അല്ലെ, നമ്മുടെ ജീവൻ, നമ്മുടെ പരിപാലനം എല്ലാം ഇന്നും നടക്കുന്നില്ല. എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കണ്ടേ? നമ്മൾ ഫ്രീ ആണ് എല്ലാം ദൈവം തരുന്നത്, ശ്വാസോച്ഛ്വാസം. എൻ്റെ ഇതിൽ പറയട്ടെ, എൻ്റെയൊക്കെ ഈ മെഡിക്കൽ ഇതിൽ ഈ രോഗപരിചരണത്തിൻ്റെ രോഗത്തിൻ്റെ തീവ്രതയിലൊക്കെ എത്തിയപ്പോൾ ഈ ഓക്സിജനൊക്കെ ആവശ്യം വേണ്ടി വന്നു. അപ്പോഴാണ് മനസ്സിലാക്കുന്നതിൻ്റെയൊക്കെ വില. ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ വില ഇന്ന് അല്ലേ എല്ലാറ്റിലും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ സംഘത്തിന് നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. അതിൽ നമുക്ക് തീർക്കുക എവിടെയാണോ എന്താണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരമകാരുണ്യവനായ ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, അടിയങ്ങളെ എത്രത്തോളം കൊണ്ടുവന്ന് അവിടുത്തെ നല്ല സ്നേഹത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ. ഓരോന്നും ചിന്തിക്കുന്ന ഓരോ അതിൻ്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരുന്ന അവിടുത്തെ കൃപയ്ക്കായ സ്തുതി. ഓർത്തങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്കുള്ളത് എന്തുണ്ട്? ഞങ്ങളുടെ ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രം പറയുവാനല്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് തന്നിരിക്കുന്ന നന്മകളെ ഓർത്ത് അങ്ങയെ സ്തുതിക്കുവാൻ, അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ, ഞങ്ങളിലും മറ്റുള്ളവരിലും പ്രകൃതിയിലും സകല ജീവജാലങ്ങളിലും നിന്റെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങൾക്കിടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നില്ല കൃപകൾക്കായ സ്തുതി മഹത്വത്തോടെ മാത്രം എടുക്കണം. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ. എനിക്കായി ഗോൽഗോഥാവിൽ ചിന്തിയ രക്തം എൻ പാപക്കറകളെ ശുദ്ധീകരിച്ചിടാൻ, എനിക്കായി നീ ഏറ്റൊരു പീഡകളെന്നുമെൻ അന്തരംഗത്തെ ദിനം മൃദുവായി നിലനിർത്തുവാൻ, കാൽവരി മലയിലെന്നാഥന്റെ വേദന ഇന്നുമെന്നകത്താരിൽ നീറിയിടുന്നു. പാപശാന്തിക്കായി കാൽവരി ക്രൂശിൽ മൂന്നാണിമേലവൻ തൂങ്ങിയിടുന്നു. രക്ഷകായ വേദന കാണും